32-ൽ 48 ടീമുകളാക്കിയ സമയത്ത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞത് മൊത്തത്തിൽ കുറെ രസം കൊല്ലി മത്സരങ്ങളായിരിക്കും ഒരുപാട് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ നേരെ തിരിച്ചാണ് നമ്മൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണുന്നത്. ഇപ്പോൾ കേപ്പ് വെർഡെ ഉൾപ്പെടെയുള്ള ടീമുകൾ, ക്യൂറസാവോ ഉൾപ്പെടെയുള്ള ടീമുകൾ വലിയ രീതിയിൽ ഗംഭീരമായ പ്രകടനം നടത്തുന്നു. ഓസിഞ്ഞിയെ പോലെയുള്ള താരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉദിച്ചുയർന്ന് ലോകം മൊത്തം അറിയപ്പെടുന്നു. അത് എത്രത്തോളം ഈ വേൾഡ് കപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട്? അത് വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ പല ടീമുകളും വന്ന് കളിക്കുമ്പോൾ മുമ്പൊക്കെ എൻ്റെ അനുഭവത്തിൽ അവർ കുറേ വെറുതെ വന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം അധികം ഗോളിന് തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കും. ഇത്തവണ പക്ഷെ ഒരുവിധം എല്ലാ ടീമുകളും കുറുസാൻ്റെ നമുക്ക് വേണമെങ്കിൽ പറയാം, അവർ ജർമ്മനിൻ്റെ അടുത്ത് കുറച്ച് അധികം ചെയ്യാൻ നോക്കി, അതിന് പണി കിട്ടുകയും ചെയ്തു. പക്ഷെ രണ്ടാമത്തെ കളി തൊട്ട് അവരും ആ എക്വഡോറായിട്ടുള്ള സമനിലയും പിന്നെ ഇന്നലെ ഐവറി കോസ്റ്റിനോട് തോറ്റെങ്കിലും അത് വളരെ ടൈറ്റായിട്ടുള്ള കളിയായിരുന്നു. അത് എളുപ്പത്തിൽ ജയിച്ചതൊന്നുമല്ല അവർ. അപ്പം എന്താ പറയുക, അവരും കളിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്, അല്ലാതെ വെറുതെ 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാനല്ല. അതിപ്പോൾ മിക്ക ടീംസും അപ്രോച്ച് വളരെ വ്യത്യാസമുണ്ട്. ഒരു ഏഷ്യൻ ടീമുകളിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ആദ്യത്തെ ഒരു മത്സരം കഴിഞ്ഞ സമയത്ത് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നു ഖത്തർ ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ. പക്ഷെ പിന്നീട് കുറെ ഡൗൺ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു അതിനകത്ത് ജപ്പാനും ഇറാനും മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്റ്റാൻഡേർഡിൽ കളിക്കുന്നുള്ളൂ. കൊറിയയൊക്കെ വലിയ രീതിയിൽ നിരാശപ്പെടുന്ന ഒരു പ്രകടനം. ഏഷ്യൻ ടീമിന്റെ മൊത്തത്തിൽ ഈ വേൾഡ് കപ്പിൽ പെർഫോമൻസ് എങ്ങനെ കാണുന്നു? ഏഷ്യൻ ടീംസിനെ പറ്റിയിട്ടാണ് ഇനി വലിയൊരു ചർച്ച വരാൻ പോകുന്നത്. ഇത്രയും സ്പോട്ട് ഏഷ്യക്ക് കൊടുത്തു, ഇപ്പോൾ ഒമ്പത് സ്പോട്ടല്ലേ, അപ്പോൾ അത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരും. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിന് 15-ൽ നിന്ന് 16 ആക്കിയത്. ഈ 16 ടീം പുതുത് വന്നപ്പോൾ ഒരു എക്സ്ട്രാ പ്ലേസാണ് യൂറോപ്പിന് കിട്ടിയത്. അതിലിപ്പോൾ മറ്റേ ഇറ്റലിയൊക്കെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇത്രയും ഏഷ്യൻ ടീംസ് കളിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോകകപ്പ് കഴിഞ്ഞൊരു ചർച്ച ഉണ്ടാവും. പക്ഷെ ഞാൻ അധികം കുറ്റം പറയില്ല. എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ആയാലും ജോർദൻ ആയാലും ഇവരൊക്കെ ആദ്യമായിട്ട് കളിക്കുന്നതാണ്. അത് രണ്ടുപേർക്കും വളരെ ടഫായിട്ടുള്ള ഗ്രൂപ്പും കിട്ടി. ഒരാൾക്ക് അർജൻറ്റീന, മറ്റേയാൾക്ക് പോർച്ചുഗലും. ആ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ വേറെയും മികച്ച ടീമുകൾ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഇറാഖൊക്കെ ഫ്രാൻസിൻ്റെയും നോർവേയുടെയും സെനഗളിൻ്റെയും കൂടെ വിട്ടുപോയത്. അവരും 40 കൊല്ലത്തിന് ശേഷമാണ് അവരുടെ രണ്ടാമത്തെ കപ്പ് കളിക്കുന്നത്. അപ്പം ശരിക്കും നിരാശപ്പെടുത്തിയെന്ന് പറയാൻ പറ്റുന്നത് ഖത്തറും സൗദിയും മാത്രമേ ഉള്ളൂ. സൗദിക്ക് ഇനിയൊരു കളി ഉണ്ട് രണ്ടാം റൗണ്ടിൽ എത്താൻ വേണ്ടി. ഇപ്പോൾ ഈ ഒരു ഫുട്ബോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാക്ടിക്സുകളൊക്കെ പഠിക്കാൻ പറ്റിയ കുറേ നല്ല സംഭവങ്ങൾ. ഇപ്പോൾ സ്വിച്ച് ചെയ്ത പോലെ ടീമുകൾ മാറുന്നു. ഇപ്പോൾ ബ്രസീൽ മുന്നേ കളിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ കളിക്കുന്നത്. ആഞ്ചലോട്ടി കീഴിൽ സ്കലോണി ഏറെക്കുറെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറെക്കുറെ അതേ സിസ്റ്റത്തിലൂടെ പോകുന്നു. ഇപ്പോൾ റാൾഫ് റാഗ്നിക്കിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ അത്തരത്തിൽ ടാക്ടിക്സുകൾ ഒരുപാട് മാറുന്ന ഒരു സംഭവമുണ്ട്. അത് സാറ് ശ്രദ്ധിച്ചിരുന്നു, ഓരോ കോച്ചിൻ്റെ ശൈലികളും കാര്യങ്ങളൊക്കെ? അതിപ്പോൾ ചില ടീമിന് നിവൃത്തിയില്ലാതെയാണ് മാറ്റുന്നത്. ഇപ്പോൾ എക്വഡോർ ജർമ്മനിക്കെതിരെ, എക്വഡോർ സാധാരണ 2 ബാങ്ക്സ് 4 ആയിട്ട് വളരെ ടൈറ്റായി ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ ചെയ്ത് ജയിക്കാൻ നോക്കുന്ന ഒരു ടീം, അധികം ഗോളൊന്നും അടിക്കാറില്ല. പക്ഷെ ജർമ്മനിക്കെതിരെ അവർക്ക് ജയിക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അവർ വളരെ അറ്റാക്കിംഗ് ആയിട്ട് കളിച്ചു 90 മിനിറ്റ്. അതൊരു പുതിയ കാര്യമാണ്. അവരുടെ ഫാൻസ് തന്നെ അത് അധികം കണ്ടിട്ടുണ്ടാവില്ല, അത്രയും ഓപ്പണായിട്ട് അവർ കളിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സാഹചര്യങ്ങൾ കാരണം ടീംസ് അങ്ങനെ കളിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ജർമ്മനി എക്വഡോർ തന്നെ മെയിനായിട്ട്. പിന്നെ ജയിക്കേണ്ടിയിരുന്ന സൗത്ത് ആഫ്രിക്ക കൊറിയക്കെതിരെ അവരും ടാക്ടിക്സ് ആകെ മാറ്റി. കൊറിയയ്ക്ക് കുറേ പൊസിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ചാൻസസ് സൃഷ്ടിച്ചത് സൗത്ത് ആഫ്രിക്ക തന്നെയായിരുന്നു. അപ്പോൾ അവരും ആദ്യത്തെ കളി വളരെ മോശമായിട്ട് പിന്നെ സിസ്റ്റമൊക്കെ കുറച്ച് മാറ്റി, കളിക്കാരെയൊക്കെ കുറച്ച് മാറ്റി കുറേയും കൂടി നന്നായി കളിച്ചു. അപ്പം അതിങ്ങനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ പിന്നെ കോച്ച്മാർക്ക് അത്ര സമയം കിട്ടുന്നില്ല കളിക്കാരുടെ കൂടെ. അപ്പം ചിലപ്പോൾ 2 കളിയൊക്കെ എടുക്കും ഏതാണ് നിങ്ങളുടെ ബെസ്റ്റ് 11 കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് കുറച്ച് വർഷങ്ങളായിട്ട് കളിക്കുന്നൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിൽ മൊത്തം ടീമുകൾ നോക്കുമ്പോൾ സൂപ്പർ സ്റ്റാർസ് കുറവുള്ള എന്നാൽ നല്ല ക്വാളിറ്റി ഗെയിം കളിക്കുന്ന ടീമുകളിലൊന്നാണ്. ഇപ്പോൾ സാക്കെ ഒരു ഓർക്കസ്ട്ര കണ്ടക്ടറെ പോലെ തന്നെ അത് ടീമിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വിസിന്റെ ഒരു ഫുട്ബോളിന്റെ ഒരു വളർച്ചയൊക്കെ എങ്ങനെയാണ്? സ്വിറ്റ്സർലൻഡ് ശരിക്കും ആദ്യം ലോക ഫുട്ബോളിൻ്റെ ശ്രദ്ധയിൽ വന്നത് കഴിഞ്ഞ തവണ US ലോകകപ്പ് നടന്നപ്പോഴാണ്.
94 ആലൻ സുട്ടർ എന്ന് പറഞ്ഞൊരു മിഡ്ഫീൽഡറൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. സ്റ്റെഫൻ ഷാപ്പിസ അപ്പോൾ ബോർസിയ ഡോട്ട്മണ്ടിന് കളിച്ചിരുന്ന സ്ട്രൈക്കർ, ഇവരായിരുന്നു 2 മെയിൻ കളിക്കാർ. അതിനുശേഷം പക്ഷേ ഒരു കുറച്ച് കാലം കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ ഇപ്പം അവർക്ക് പറ്റിയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഷാക്ക അടക്കം കുറേ പേര് ഇമിഗ്രൻസ് ആണ്, വേറെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാരാണ്. ഇപ്പം ഈ മൻസാംബിയൊക്കെ അങ്കോള പ്ലസ് കോങ്കോ അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ്. എംബോളോ കാമറൂൺ എന്നാണ്. അപ്പോൾ അത് അവർക്കൊരു വേറെ തന്നെ ഒരു ഫിസിക്കൽ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കളിക്കാർ ടീമിൽ വരുന്നു, ചെറുപ്പക്കാരാണ്. ഇപ്പം മൻസാംബിക്ക് 20 വയസ്സൊക്കെ ആയിരുന്നു. പിന്നെ അവർ വളരെ ഒരു ഡിസിപ്ലിൻ ടീമാണ്. അതേ സമയത്ത് അവർക്ക് നല്ല ഓപ്പൺ ഫുട്ബോൾ കളിക്കാനും പറ്റുന്നുണ്ട്, സ്പീഡിൽ ട്രാൻസിഷൻ ചെയ്യും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ടീംസിൽ വെച്ച് ഏറ്റവും വൈഡ് പൊസിഷൻസ് നന്നായി യൂസ് ചെയ്യുന്ന ഒരു ടീം. അവർ കുറേ ബോൾ 6 യാർഡ് ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്, അതിന്ന് ഗോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ഒരു മാച്ച് കഴിഞ്ഞ സമയത്ത് പഴയ പ്രതാപത്തിലേക്കൊക്കെ കയറുന്നു എന്നുള്ള രീതിയിൽ ഫാൻസ് എല്ലാം വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ലാസ്റ്റ് ഗ്രൂപ്പ് മാച്ചിൽ അവർക്കൊരു തിരിച്ചടി വന്നു. മാത്രമല്ല ഉണ്ടാവിന് അധികമായിട്ട് ആശ്രയിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടോ ജർമ്മനി? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ അവസാനത്തെ മാച്ച് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും 2 ടീം, ഒരു ടീമിന് ജയിക്കേണ്ട ആവശ്യമില്ല, മറ്റേ ടീമിന് ജയിച്ചേ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ അത് ആ വാശിയിലും എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ടോപ്പ് സ്പോട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ടീംസ്, ഇപ്പോൾ അമേരിക്ക ആയാലും ജർമ്മനി ആയാലും അങ്ങനത്തെ 2-3 ടീംസ് ഉണ്ടായിരുന്നു. ഈ അർജൻറ്റീന ഇപ്പോൾ ഇവർക്കൊന്നും പരിക്ക് റിസ്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് 32ൻ്റെ കളി ഇപ്പോൾ തുടങ്ങാൻ പോവുക, വലിയൊരു ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ അവരൊന്നും 100% എഫേർട്ട് എടുത്ത് കളിക്കാൻ പോകണ്ട. ഇപ്പോൾ ഫ്ലോറിയൻ വേർഡ്സിനൊക്കെ എനിക്ക് തോന്നുന്നു 60 മിനിറ്റ് കഴിഞ്ഞ് മാറ്റിയവർ. അപ്പോൾ അതത്ര സീരിയസ് ആയി എടുക്കേണ്ട ഒരു റിസൾട്ടല്ല. ജർമ്മനിയും ചാൻസസ് ഒക്കെ സൃഷ്ടിച്ചു, എക്വഡോർ മാത്രമൊന്നുമല്ല കളിയിൽ കളിച്ചത്. അപ്പോൾ അതത്ര സീരിയസ് ആയിട്ട് ഞാൻ നോക്കുന്നില്ല. അവർക്ക് നല്ല കളിക്കാരുണ്ട്. പ്രശ്നം വരാൻ പോകുന്ന ഒരു സെൻറ്റർ ബാക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞു. ഡിഫെൻസീവ്ലി കുറച്ച് വീക്ക്നെസ് ബാക്കി ടീംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഗാന അടക്കമുള്ള ആഫ്രിക്കൻ ടീമുകൾ ഗംഭീരമായി പ്രകടനം നടത്തുന്നു. മൊറോക്കോ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നോക്കുമ്പോൾ അവർ സെമി വരെ എത്തി, ഫ്രാൻസിന് മുമ്പിലാണ് കീഴടങ്ങുന്നത്. ഈ വേൾഡ് കപ്പിലേക്ക് ആ ഒരു ക്വാളിറ്റിയിൽ ഒരു ലാസ്റ്റ് 4-ലേക്കൊക്കെ എത്താൻ പാകത്തിലുള്ള ക്വാളിറ്റിയുള്ള ആഫ്രിക്കൻ ടീം ഉണ്ടോ? ഏറ്റവും ക്വാളിറ്റിയുള്ള ആഫ്രിക്കൻ ടീം മൊറോക്കോ തന്നെയാണ്. പക്ഷെ അവർക്ക് അടുത്ത് വരുന്നത് നെതർലൻഡ്സാണ്. അതൊരു ഗംഭീര പോരാട്ടമായിരിക്കും. അതിൽ കഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വളരെ മികച്ചൊരു ടീം അവസാനത്ത് 16 എത്താൻ പോകുന്നില്ല. നമ്മൾ ബാക്കി ഡ്രോ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആവറേജ് ആയിട്ടുള്ള 2 ടീമുകൾ തമ്മിലുള്ള, ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക കാനഡയൊക്കെയാണ് ഒരു മത്സരം. അതിലേത് ടീം പുറത്തായാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ നെതർലൻഡ്സ് മൊറോക്കോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലോകകപ്പിലത്തെ മികച്ച 2 ടീംസാണ്. ഒരാൾ 16 പോലും എത്താൻ പോകുന്നില്ല. പക്ഷേ മൊറോക്കോ അത്രയും നല്ല ബാലൻസ് ഉള്ളൊരു ടീമാണ്. കഴിഞ്ഞ കളിയിൽ അവർ ഗോൾ അടിക്കുകയും ചെയ്തു. സാധാരണ അവർക്ക് അതാണ് ഒരു പ്രശ്നം, ഗോൾ അടിക്കുന്നത്. ഗാന ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നന്നായി കളിക്കുന്ന. അവർ വളരെ മോശം ഫോമിലായിരുന്നപ്പോഴാണ് ഓട്ടോ ആഡോ എന്ന് പറഞ്ഞവരുടെ കോച്ചിനെ ഒഴിവാക്കി കിറോഷിനെ കൊണ്ടുവരുന്നത്. കിറോഷിന് വളരെ ഡിഫെൻസീവ് മൈൻഡഡ് കോച്ചാണ്. പക്ഷെ അതവർക്കിപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടുണ്ട്. അത് കാരണം സെനഗൽ വിചാരിച്ച പോലെ വരാൻ പറ്റിയിട്ടില്ല. അത് പക്ഷെ ആ ഗ്രൂപ്പിൻ്റെ ഗുണം കാരണം ഫ്രാൻസിൻ്റെയും നോർവേയുടെ എതിരെ അവർ തോറ്റിട്ടുള്ളത്. മാനയും പ്രതീക്ഷിച്ച ഒരു ഫോമിലേക്ക് എത്താൻ മാനയ്ക്കും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആർക്ക്? സാദിയോ മാനയ്ക്ക്. സാദിയോ മാനെ, ഇസ്മയില സാറാണ് ഇതുവരെ ആ ടീമിൽ ശരിക്കും ഷൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാമറ മിഡ്ഫീൽഡിലും. പക്ഷേ സെനഗലിൻ്റെ ആ ഗ്രൂപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയമായിരുന്നു അവർക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ 3ാമത്തെ ടീമായാലും പിന്നെ നിങ്ങൾക്ക് അടുത്ത കളി വളരെ ടഫാണ്. പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുള്ളത് ഐവറി കോസ്റ്റാണ്. ഐവറി കോസ്റ്റ് ജർമ്മനിയുടെ അടുത്ത് അവസാന നിമിഷം വരെ പിടിച്ചു നിന്ന ടീമാണ്. പിന്നെ അവർക്ക് യാൻഡിയമാൻ്റെ ഈ ലോകകപ്പിലത്തെ ഏറ്റവും മികച്ച ചെറുപ്പക്കാരിൽ ഒരാളാണ്. വെറുതെ എല്ലാ ടീമുകൾ 100 മില്യൺ യൂറോസ് ഒക്കെ പറഞ്ഞ് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നത്. പിന്നെ അവരുടെ മിഡ്ഫീൽഡൊക്കെ വളരെ ശക്തമായ മിഡ്ഫീൽഡാണ്. അപ്പം ഐവറി കോസ്റ്റിൽ നിന്നും മൊറോക്കോ എന്നുമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്. ഈജിപ്തും സലയും പ്രതീക്ഷ രീതിയിലേക്ക് എത്തിയോ?
അത് അത്ര ഒരു ടഫ് ഗ്രൂപ്പ് അല്ലാത്തത് കാരണം നമുക്ക് ശരിക്കും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പം അവർ ജയിച്ചത് ന്യൂസിലൻഡിനെതിരെ ബെൽജിയമായിട്ട് സമനിലയായി. പക്ഷെ പണ്ടത്തെ ബെൽജിയം അല്ല അത്. ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് കടക്കും എന്തായാലും. പക്ഷെ അത് ഫസ്റ്റായിട്ടാണോ സെക്കൻഡോ തേർഡോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ടൈറ്റാണ് ആ ഗ്രൂപ്പ്. പക്ഷേ പണ്ടത്തെ ഈജിപ്ത് ടീംസിൻ്റെ നല്ല ടീമാണെങ്കിലും ഒരു ഓൾറൗണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു മൊറോക്കോൻ്റെ ലെവലിൽ ഞാൻ അവരെ കാണുന്നില്ല. ഞാൻ നേരത്തെ യൂറോപ്യൻ ടീമുകൾ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയതായിരുന്നു ഇംഗ്ലണ്ടിനെ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു സാധ്യതയിലേക്ക് പോകുമ്പോൾ ക്രൊയേഷ്യക്കെതിരെ നല്ല രീതിയിലാണ് അവർ തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഒരു ഡ്രോ പിടിക്കേണ്ടി വന്നു. അതിൽ തന്നെ ഒരു അർഹിച്ച പെനൽറ്റി ഗാനയ്ക്ക് കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് കാണുന്നത്? ഇംഗ്ലണ്ട് നല്ല ടീമുകൾക്കെതിരെ അവർ നന്നായി കളിക്കുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. എന്താ വെച്ചാൽ നല്ല ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രൊയേഷ്യ ഒരു എക്സാമ്പിളായിരുന്നു. അവരൊന്നും 90 മിനിറ്റും ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു ഗെയിം ആണെങ്കിൽ അത് ശരിക്കും കൺട്രോൾ ചെയ്യാനുള്ള കളിക്കാർ ഇപ്പോൾ ഇംഗ്ലണ്ടിനുണ്ട്. മിഡ്ഫീൽഡ് ആയാലും പിന്നെ വളരെ മികച്ച വൈഡ് പ്ലേയേഴ്സ്. ഹാരി കെയ്ൻ പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സെൻറ്റർ ഫോർവേഡ്സിലൊരാളാണ്. അപ്പം അങ്ങനത്തെ ടീമുകളുടെ എതിരെ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ലോ ബ്ലോക്കിൽ കളിക്കണം. ഇപ്പോൾ ഇംഗ്ലണ്ട് ഒരു എക്വഡോറിനെതിരെയൊക്കെ കളിക്കുകയാണെങ്കിൽ അവർ ശരിക്കും ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ അവർക്ക് ആ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള കളിക്കാർ. ഇപ്പോൾ ഫ്രാൻസിന് ഇപ്പോൾ ഒരു ഒളീസെ, ഒരു റയൻ ചെർക്കി, അങ്ങനത്തെ കളിക്കാർ. അത് സാക്കയായിരുന്നു ആ റോളിൽ ശരിക്കും. പക്ഷെ സാക്കയുടെ ഫിറ്റ്നസ് ഇപ്പോഴും അവർക്ക് തന്നെ ഉറപ്പില്ല 90 മിനിറ്റ് കളിക്കാൻ പറ്റുമോ. ഈ റൗണ്ട് ഓഫ് 32 കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇപ്പോൾ ചിലരെങ്കിലൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. കാരണം ചില ടീമുകൾ കുറേ കൂടി പ്ലാൻ ചെയ്ത് കളിക്കാൻ കഴിയുന്നു എന്നുള്ള രീതിയിൽ നല്ല ടോപ്പ് ടീമുകൾ തന്നെ പ്രീ ക്വാർട്ടറിന് മുമ്പ് തന്നെ ഏതെങ്കിലും നല്ലൊരു ബെസ്റ്റ് ടീമുകളിലൊന്നും പുറത്തു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഘടനയെ? ഇത് ഇത്രയും ഗ്രൂപ്പുകൾ ഉള്ളപ്പോൾ ഈ ഡ്രോ ഇടാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ പലപ്പോഴും ഈ ഗ്രൂപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരേ കോണ്ടിനെൻറ്റിൽ നിന്നുള്ള ടീംസ് ഒരുമിച്ച് പാടില്ല. യൂറോപ്പ് മാത്രം ചില ഗ്രൂപ്പിൽ 2 ടീമുകളുണ്ട്. ബാക്കി സൗത്ത് അമേരിക്കയിലത്തെ 2 ടീം ഒരു ഗ്രൂപ്പിൽ പാടില്ല. അങ്ങനെ പല റൂൾസും ഉണ്ടായിട്ടാണല്ലോ ഒരു. അത് കാരണം ചില ഗ്രൂപ്പ്സ് ഭയങ്കര അണീവൻ. ഇപ്പോൾ ബ്രസീലിൻ്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ബ്രസീൽ ലോക റാങ്കിങ് 5, മൊറോക്കോ 6. അവർ കളിക്കാൻ പോകുന്നത് 7ാം സ്ഥാനത്തുള്ള നെതർലൻഡ്സ്. അപ്പോൾ അത് ആ ഡ്രോയിൻ്റെ ആ ഒരു ഭാഗം ഭയങ്കര ശക്തമായിട്ടുള്ളൊരു ഇത്. മറ്റേ ഒരു സൈഡിൽ സൗത്ത് ആഫ്രിക്ക, കാനഡ, ഇവരൊന്നും ആദ്യത്തെ 20 പോലും ഇല്ല. അപ്പോൾ അതൊരു വളരെ അൺബാലൻസ്ഡ് ഒരു ഡ്രോ ആയി മാറിയിട്ടുണ്ട്. അത് പക്ഷെ ഫിഫയെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് എല്ലാ കൺഫെഡറേഷൻ്റെയും ഇത് നോക്കണം. ഒരു വേൾഡ് കപ്പിൽ ഒരു കൗതുകത്തെക്കുറിച്ചാണ്. അപ്പോൾ സാറിൻ്റെ ഒരു വേർഷൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ കൂടോത്രം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗാന ഒരു വെളുത്ത പൊടി വിതർന്നു. അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞ ആഫ്രിക്കൻ നേഷൻസ് കപ്പിലായിക്കോട്ടെ ഈ തൂവാല വെച്ചിട്ടുള്ള കൂടോത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലെന്താണ് സാറിൻ്റെ ഒരു അതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ മറ്റേ ഇത് ചെയ്തിരുന്ന പ്രഡിക്ഷൻ ചെയ്തിരുന്ന ഒക്ടോപ്പസ് അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഓരോ എല്ലാ ലോകകപ്പിനും അങ്ങനത്തെ ഓരോ കഥകളുണ്ടാവും. ഇതൊക്കെ ഒരു നല്ലൊരു കളർ സ്റ്റോറി എന്നല്ല, പ്രത്യേകിച്ച് മീഡിയയ്ക്ക് അത് വളരെ നല്ലത് എങ്ങനത്തെ കഥകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് റിസൾട്ട് ആയിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാന നന്നായി ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ആ കളി സമനിലയിലായത്. ശരിക്കും ജയിക്കേണ്ട കളിയായിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെഡ് കാർഡും ഒരു പെനൽറ്റിയും വരേണ്ട ഒരു കളിയായിരുന്നു അത്.